സുരേഷ് ഗോപിയെ പ്രശംസിച്ചതിൽ രാഷ്ട്രീയം കലർത്തേണ്ടെന്ന് തൃശൂർ മേയർ എം കെ വർഗീസ്. താൻ ബിജെപിയിലേക്ക് പോകുമെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്നും മേയർ. തൃശൂർ ഡിഐജി ഓഫീസിലേക്ക് ബിജെപി നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനീഷ് കുമാറിനെതിരെ പോലീസ് കള്ളക്കേസെടുത്തെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച്. പോസ്റ്റ് ഓഫീസുകൾ വഴിയുള്ള പെൻഷൻ വിതരണം പ്രതിസന്ധിയിൽ. പെൻഷൻ വിതരണം തടസ്സപ്പെടാൻ കാരണം സാങ്കേതിക തടസ്സങ്ങളെന്ന് അധികൃതർ. പാലപ്പള്ളി കാരിക്കുളത്ത് കാട്ടാനയാക്രമണം. സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമുറ്റത്തിറങ്ങിയ ആന ശുചിമുറിയും സെപ്റ്റിക് ടാങ്കും കൃഷിയും നശിപ്പിച്ചു. റോഡ് നിർമ്മാണത്തിന് കൊണ്ടുവന്ന വാഹനം കേടായതിനെ തുടർന്ന് ഷോളയാർ അമ്പലപ്പാറയിൽ വൻ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളടക്കം മണിക്കൂറുകളോളം വഴിയിൽ കുടുങ്ങി. ഷൊർണൂർ കൊടുങ്ങല്ലൂർ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കൊടുങ്ങല്ലൂർ മുതൽ തൃശൂർ വരെയുള്ള KSTP റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കുക 5 ഘട്ടങ്ങളിലായി. തളിക്കുളം തമ്പാൻകടവ് അറഫയ്ക്ക് സമീപം കൂട്ടുകാരുമൊത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ യുവാവിനെ കാണാതായി. നീലഗിരി കുനൂർ സ്വദേശി അമനെയാണ് കാണാതായത്. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ പ്രശംസിച്ചതിൽ രാഷ്ട്രീയം കൂട്ടിക്കലർത്തേണ്ടെന്ന് തൃശൂർ മേയർ എം കെ വർഗീസ്. മേയർ എന്ന നിലയിൽ തനിക്ക് ആശയവിനിമയം നടത്തേണ്ടേ എന്നും മേയർ ചോദിച്ചു. മേയർ സുരേഷ് ഗോപി ബന്ധത്തിൽ ജില്ലയിലെ ഇടതുമുന്നണി നേതൃത്വം വെട്ടിലായിരിക്കെയാണ് പ്രതികരണവുമായി മേയർ രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം അയ്യന്തോളിൽ നടന്ന ചടങ്ങിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മേയർ എം കെ വർഗീസും പരസ്പരം പുകഴ്ത്തി സംസാരിച്ചത് വാർത്തയായത്. രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് വികസന പ്രവർത്തനങ്ങൾ നടത്താതിരിക്കാനാകില്ല. നമ്മുടെ നാടിന് പുരോഗതി വേണ്ടേ? അദ്ദേഹത്തിന്റെ മനസ്സിൽ നിരവധി പദ്ധതികളുണ്ട്. അത് നമ്മുടെ നാടിനും കേരളത്തിനും ഗുണകരമാകും. വികസന കാര്യത്തിൽ രാഷ്ട്രീയം നോക്കാതെ മുന്നോട്ടു പോകുമെന്നും മേയർ വ്യക്തമാക്കി. നമ്മുടെ അവിടെ ഒരു പുരോഗതി നമ്മുടെ അത്യാവശ്യമല്ലേ. ആ പുരോഗതിക്ക് അദ്ദേഹം പല പദ്ധതികളും അദ്ദേഹം തയ്യാറാക്കുന്നത് നല്ല കാര്യം. അത് തൃശ്ശൂർക്കാർക്ക് ഗുണകരമായി വരണ്ടേ? അതിനകത്തൊരു രാഷ്ട്രീയം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഞാൻ എന്താണ് ചെയ്തത്? അദ്ദേഹത്തിന് കൊണ്ടുവരുന്ന വലിയ പദ്ധതികൾ കൊണ്ടുവരട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അത് കേരളത്തിനും അതുപോലെ തൃശ്ശൂർക്കും വലിയ ഗുണകരമായി വരും. കാരണം അദ്ദേഹത്തിൽ വലിയ പദ്ധതികളൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടെന്ന് എനിക്ക് മുമ്പ് മനസ്സിലായിട്ടുണ്ട്. സംസാരിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റും. അദ്ദേഹം ഒരു മന്ത്രിയായി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാടിൽ കൂടി ആഗ്രഹങ്ങളിൽ കൂടി ഒരു മേയർ എന്ന നിലയ്ക്ക് എന്നോട് ആശയവിനിമയം ചെയ്തു എന്നതിൽ കവിഞ്ഞ് മറ്റു തരത്തിലുള്ള രാഷ്ട്രീയം ഇതിനകത്ത് കൂട്ടിക്കലർത്തേണ്ട യാതൊരു ആവശ്യമില്ല. എന്റെ നാട് നന്നാകാൻ ആര് സാമ്പത്തിക വാഗ്ദാനം ചെയ്താലും അത് നടപ്പിലാക്കാനല്ലേ തന്നെ മേയറാക്കി ഇരുത്തിയിരിക്കുന്നതെന്നും എം കെ വർഗീസ് ചോദിച്ചു. ഒരു രാഷ്ട്രീയ പാർട്ടിയെയും താൻ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചിട്ടില്ല. BJPയിലേക്ക് പോകണമെന്ന് താൻ ചിന്തിച്ചിട്ടില്ല. തന്റെ ആദർശവും സുരേഷ് ഗോപിയുടെ ആദർശവും വേറെയാണ്. അത് രണ്ടും സമന്വയിപ്പിച്ച് താൻ BJPയിലേക്ക് പോവുകയാണെന്ന് പറയുന്നത് തെറ്റായ പ്രവണതയാണ്. ഇടതുപക്ഷത്തിന്റെ കൂടെയാണ് താൻ. ഇടതുപക്ഷത്തിൽ തന്നെയാണ് ഇപ്പോഴും താൻ ഉറച്ചു നിൽക്കുന്നത്. CPMമായി സഹകരിച്ചാണ് മുന്നോട്ടു പോകുന്നത്. അതിനകത്ത് ആവശ്യമില്ലാത്തത് പറഞ്ഞു പരത്തി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കരുതെന്നും മേയർ പറഞ്ഞു. എന്റെ ആദർശം വേറെ, അദ്ദേഹത്തിന്റെ ആദർശം വേറെ. അത് തമ്മിൽ സമന്വയിപ്പിച്ച് ഞാനിതിപ്പോൾ BJPയിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നത് വലിയ തെറ്റായ ഒരു പ്രവണതയല്ലേ. കാരണം ഞാൻ ഇടതുപക്ഷത്തിന്റെ കൂടെയാണ്. ഇടതുപക്ഷത്തിൽ ഉറച്ചു തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ കൂടെയാണ് ഞാൻ. CPM ആണ് ഞാൻ. അദ്ദേഹം അവരുമായി സഹകരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിനകത്ത് ഇതുപോലെ ആവശ്യമില്ലാത്ത ഓരോന്ന് വിളിച്ചു വരുത്തി അല്ലെങ്കിൽ ഇതുപോലെ പറഞ്ഞു വരുത്തി ഈ പറയുന്ന രാഷ്ട്രീയമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. കാരണം അത് നമ്മുടെ നാടിന് ദോഷം ചെയ്യും. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ DIG ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനീഷ് കുമാറിനെതിരെ കള്ളക്കേസെടുത്തതിൽ CPM പോലീസ് ഗൂഢാലോചന ഉണ്ടെന്നാരോപിച്ച് BJP പ്രവർത്തകർ നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. വിദ്യാർത്ഥി കോർണറിൽ നിന്നും സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്ന മാർച്ച് DIG ഓഫീസിന്റെ 100 മീറ്റർ അകലെ വെച്ച് പോലീസ് തടഞ്ഞു. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് പ്രവർത്തകർ മറിച്ചിടാൻ ശ്രമിച്ചതോടെയാണ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്.
മുതിർന്ന നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ അനുനയിപ്പിച്ചു. മാർച്ച് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ NDA വിജയിച്ചതിൽ CPM-ന് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ അതിന്റെ പേരിൽ BJP ജില്ലാ പ്രസിഡന്റിനെതിരെ കേസെടുത്ത് പാർട്ടിയെ നിർവീര്യമാക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണെന്ന് MT രമേശ് പറഞ്ഞു. BJP നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കി രാഷ്ട്രീയം നടത്താമെന്ന് CPM-ഉം പോലീസും കരുതേണ്ട. പിണറായി ആളുകളെ ഭീഷണിപ്പെടുത്തുന്നത് പോലെ തങ്ങളെ ഭീഷണിപ്പെടുത്താൻ വരേണ്ട. പിണറായി പറഞ്ഞ രക്ഷാപ്രവർത്തനം തങ്ങളും നടത്തിയാൽ അത് നിങ്ങൾ താങ്ങില്ലെന്നും MT രമേശ് പറഞ്ഞു. BJP നേതാക്കളായ KR ഹരി, ബിജോയ് തോമസ്, സുരേന്ദ്രൻ ഐനിക്കുന്ന് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ഉദ്ഘാടനത്തിന് ശേഷം സംഘർഷമുണ്ടായതിനെ തുടർന്ന് പ്രവർത്തകർക്ക് നേരെ പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചു. ന്യൂസ് ഡെസ്ക് TCV. പോസ്റ്റ് ഓഫീസുകൾ വഴിയുള്ള പെൻഷൻ വിതരണം പ്രതിസന്ധിയിൽ. സാങ്കേതിക തടസ്സങ്ങളാൽ പെൻഷൻ വിതരണം വൈകുമെന്ന് അറിയിപ്പ് ഇറങ്ങി. സംസ്ഥാനത്തെ പോസ്റ്റ് ഓഫീസുകൾ വരുത്തിയ വീഴ്ചയാണ് തടസ്സത്തിന് കാരണം. പെൻഷൻ തുക മണി ഓർഡറായി കൈമാറാൻ കേന്ദ്രം തയ്യാറാക്കിയ പോർട്ടലിൽ പോസ്റ്റ് ഓഫീസുകൾ രജിസ്റ്റർ ചെയ്യണം. 2019 മുതൽ ഈ നിയമമുണ്ടെങ്കിലും കേരളത്തിലെ ഒരു പോസ്റ്റ് ഓഫീസും രജിസ്റ്റർ ചെയ്തില്ല. ഓഡിറ്റിൽ ഇത് കണ്ടെത്തിയതോടെ പണം കൈമാറാനാവില്ലെന്ന് ബാങ്ക് അറിയിച്ചു. ഇതോടെയാണ് സർവീസ് പെൻഷനും കുടുംബ പെൻഷനുമായി 22,000-ഓളം പേർക്ക് ഈ മാസം പെൻഷൻ കിട്ടാൻ വൈകുമെന്ന് കാണിച്ച് ട്രഷറി ഡയറക്ടർ അറിയിപ്പിറക്കിയത്. ശാരീരിക ബുദ്ധിമുട്ടും പ്രായാധിക്യവും കാരണം ട്രഷറിയിലോ ബാങ്കിലോ എത്തി നേരിട്ട് പെൻഷൻ വാങ്ങാൻ സാധിക്കാത്തവരാണ് പോസ്റ്റ് ഓഫീസ് മുഖേന പെൻഷൻ കൈപ്പറ്റുന്നത്. മണി ഓർഡറായി ഇവരുടെ വീട്ടിൽ പെൻഷൻ തുകയെത്തും. വീഴ്ച പരിഹരിച്ച് പോസ്റ്റ് ഓഫീസ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ മാത്രമേ ഇവർക്കിനി പെൻഷൻ മണി ഓർഡറായി ലഭിക്കൂ. TCV തൃശൂർ. പാലപ്പള്ളി കാരിക്കുളത്ത് കാട്ടാന ആക്രമണം. കാരിക്കുളം ഉമ്മത്തൂർ മൊയ്തീന്റെ വീട്ടുമുറ്റത്ത് കാട്ടാന ഇറങ്ങി നാശനഷ്ടങ്ങൾ വരുത്തി. ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം. പറമ്പിന്റെ അതിർത്തിയിലെ സംരക്ഷണ ഭിത്തി തകർത്താണ് ആന വീട്ടുമുറ്റത്തെത്തിയത്. വാഴയും മറ്റ് കാർഷിക വിളകളും നശിപ്പിച്ച ആന ശുചിമുറിയുടെ വാതിലും സെപ്റ്റിക് ടാങ്കും തകർത്തു. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നുവെങ്കിലും ഭീതി മൂലം പുറത്തേക്കിറങ്ങിയില്ല. ഇഞ്ചക്കുണ്ടിൽ നിന്ന് വനപാലകർ സ്ഥലത്തെത്തി. ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി നാശം വിതച്ചതോടെ നാട്ടുകാർ ഭീതിയിലാണ്. റോഡ് നിർമ്മാണത്തിന് കൊണ്ടുവന്ന വാഹനം കേടായതിനെ തുടർന്ന് ഷോളയാർ അമ്പലപ്പാറയിൽ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 തുടങ്ങിയ ഗതാഗത തടസ്സം വൈകിട്ട് വരെ തുടർന്നു. റോഡിലെ ടൈൽസ് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കുന്നതിനെത്തിയ വാഹനമാണ് യന്ത്ര തകരാറ് മൂലം റോഡിന് കുറുകെ കിടന്നത്. ഇതോടെ ഇരുഭാഗത്തു നിന്ന് വന്നിരുന്ന വാഹനങ്ങളെല്ലാം സ്ഥലത്ത് കുടുങ്ങിക്കിടന്നു. തുടർന്ന് റോഡിന്റെ ഒരു ഭാഗം വൃത്തിയാക്കി ചെറുവാഹനങ്ങൾ കടത്തിവിട്ടു. വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളും തേയില എസ്റ്റേറ്റിലെ ലോറികളും ഗതാഗത കുരുക്കിൽപ്പെട്ടു. ഷൊർണൂർ കൊടുങ്ങല്ലൂർ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് മന്ത്രി ഡോക്ടർ R. ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. റോഡ് നിർമ്മാണം വേഗത്തിലാക്കുവാനും ഗതാഗത ക്രമീകരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും വിളിച്ചു ചേർത്ത യോഗത്തിലാണ് മന്ത്രി KSTP ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത്. ഊരകം പൂച്ചന്നിപ്പാടം റോഡിന്റെ 1.2 കിലോമീറ്റർ നിർമ്മാണ പ്രവൃത്തികളാണ് ഒന്നാം ഘട്ടത്തിൽ ആരംഭിക്കുക. തുടർന്ന് ചന്തക്കുന്ന് മുതൽ ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങുമെന്നും മന്ത്രി പറഞ്ഞു. കൊടുങ്ങല്ലൂർ മുതൽ തൃശൂർ വരെയുള്ള KSTP റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ 5 ഘട്ടങ്ങളിലായാണ് പൂർത്തിയാക്കുക. ബസ്സുകൾ അടക്കമുള്ള വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നതിനുള്ള ഡൈവേർഷൻ പ്ലാൻ തയ്യാറാക്കിയതായി മന്ത്രി പറഞ്ഞു. യോഗത്തിൽ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ, സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ, KSTP MD രാഹുൽ കൃഷ്ണ ശർമ്മ, അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ തുടങ്ങിയവർ പങ്കെടുത്തു. തളിക്കുളം തമ്പാൻകടവ് അറപ്പയ്ക്ക് സമീപം കൂട്ടുകാരുമൊത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ യുവാവിനെ കാണാതായി. നീലഗിരി കുനൂർ സ്വദേശി 21 വയസ്സുള്ള അമനെയാണ് കാണാതായത്. കോയമ്പത്തൂരിൽ നിന്നെത്തിയ 7-അംഗ സംഘത്തോടൊപ്പമാണ് അവൻ കടൽ കാണാനെത്തിയത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു അപകടം. കടൽക്ഷോഭം മൂലം തിരച്ചിൽ ഏറെ ദുഷ്കരമാണ്. വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. തളിക്കുളം ബീച്ച് അറപ്പ പരിസരത്ത് വെച്ചിട്ട് ഊട്ടിയിൽ നിന്ന് എത്തിയിട്ടുള്ള 7 അംഗ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ കടലിൽ കുളിക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. അതിൽ നിന്ന് 21 വയസ്സുള്ള അമ്മൻ എന്ന് പറയുന്നൊരു കുട്ടിയാണ് ഇപ്പോൾ കാണാതായിട്ടുള്ളത്. നമ്മുടെ പരിസരവാസികളെല്ലാം തന്നെ കുട്ടികളോട് ഇറങ്ങരുതെന്ന് പലതവണ പറഞ്ഞിട്ടും അറപ്പയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അവർ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് കടലിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ കടലിൽ ഇറങ്ങുമ്പോൾ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നതാണ്. പലതവണ നമ്മൾ വരുന്ന ആളുകളെ ഇത് കൃത്യമായിട്ട് അറിയിച്ചിട്ടും എത്ര തന്നെ പറഞ്ഞാലും അനുസരിക്കാത്തൊരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. വലിയ തോതിൽ അപകടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധ്യത ഉണ്ടാക്കും.
കേരള സമൂഹം ശാസ്ത്ര പ്രബുദ്ധത വീണ്ടെടുക്കേണ്ടതുണ്ടെന്നും ആഭിചാരങ്ങൾ ആഘോഷമാക്കുന്ന പ്രവണത സമൂഹത്തെ ഉന്നതിയിലേക്ക് നയിക്കില്ലെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. കേരള വനഗവേഷണ സ്ഥാപനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശാസ്ത്ര സ്ഥാപനങ്ങൾ സാമൂഹ്യ നന്മയ്ക്കായി പ്രവർത്തന രീതികളിൽ മാറ്റം കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. കാലാവസ്ഥാ വ്യതിയാനം, മനുഷ്യ വന്യജീവി സംഘർഷം എന്നീ മേഖലകളിൽ കൂടുതൽ ഗവേഷണം നടത്തേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കേരള വനഗവേഷണ സുവർണ ജൂബിലി ലോഗോ പ്രകാശനവും അന്താരാഷ്ട്ര സൈലേറിയം വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും ഔഷധ സസ്യ കർഷകരുടെ അനുഭവ പാഠങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രൊഫസർ കെ പി സുധീർ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ ബി മോഹൻകുമാർ, ഡോക്ടർ CTS നായർ, രേഷ്മ സജീഷ്, ഡോക്ടർ N കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര ഉളമ്പത്തുകുന്നിൽ മാഹിയിൽ നിന്ന് കാറിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പോലീസ് പിടികൂടി. 180 ലിറ്ററോളം വരുന്ന 20 കേസ് മദ്യമാണ് ജില്ലാ റൂറൽ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ലഹരിവിരുദ്ധ സ്ക്വാഡ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് പേരാമ്പ്ര സ്വദേശി ചുള്ളിപ്പറമ്പിൽ വീട്ടിൽ മുബാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യം കടത്താൻ ഉപയോഗിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മാഹിയിൽ നിന്നാണ് മദ്യം കടത്തിക്കൊണ്ടുവന്നതെന്ന് പോലീസ് പറഞ്ഞു. ഭിന്നിപ്പിന്റെ ആശയത്തെ പ്രതിരോധിക്കുവാനുള്ള പ്രധാന മാർഗങ്ങളിലൊന്നാണ് മുസ്ലിസിന്റെ ചരിത്രമെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി പുതുക്കിപ്പണിത ചേരമാൻ ജുമാ മസ്ജിദ്, കൊടുങ്ങല്ലൂർ ക്ഷേത്ര മ്യൂസിയം കെട്ടിടം എന്നിവ ഉൾപ്പെടെ വിവിധ പൈതൃക സംരക്ഷണ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രാദേശിക സമൂഹം മുസ്ലിസ് പദ്ധതിയുടെ വിജയത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഐക്യവും സാഹോദര്യവും കാത്തുസൂക്ഷിക്കുന്നതിൽ നാടിന്റെ ചരിത്രം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കൊടുങ്ങല്ലൂർ പോലീസ് മൈതാനിയിൽ നടന്ന ചടങ്ങിൽ VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. പൈതൃക പദ്ധതി പ്രദേശങ്ങൾ സന്ദർശിക്കുന്നവർക്കുള്ള മുസ്ലിസ് പാസ്പോർട്ട് ചടങ്ങിൽ പ്രകാശനം ചെയ്തു. മുസ്ലിസ് പൈതൃക പദ്ധതി റിപ്പോർട്ട് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ K മനോജ് കുമാർ അവതരിപ്പിച്ചു. ടൂറിസം വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി K ബിജു, ടൂറിസം വകുപ്പ് ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ, കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് BS ദിനൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം ചന്തയെയും കടലോര ടൂറിസം വികസനത്തെയും മുസ്ലിസ് അധികാരികൾ അവഗണിക്കുന്നതായി ആരോപിച്ച് ഒറ്റയാൾ സമരം നടത്തി. കൊടുങ്ങല്ലൂരിൽ മുസ്ലിസ് പൈതൃക പദ്ധതികളുടെ ഉദ്ഘാടനം നടക്കവെയാണ് നഗരസഭാ കൌൺസിലറും കോൺഗ്രസ് നേതാവുമായ BM ജോണി കോട്ടപ്പുറം ആംഫി തിയേറ്ററിൽ ഒറ്റയാൾ സമരം നടത്തിയത്. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് നേതാക്കളും എത്തിയിരുന്നു. പൈതൃക പദ്ധതി രൂപീകൃതമായിട്ട് ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിച്ചതും ഏറ്റവും കൂടുതൽ കൊടുങ്ങല്ലൂർ നഗരസഭ മാത്രമല്ല ഈ മധ്യ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിച്ച ഒരു പദ്ധതി പ്രദേശമാണ് നമ്മുടെ കോട്ടപ്പുറം കായലോരം. ഈ കായലോരം ഏതാണ്ട് 5-8 വർഷത്തോളമായി അവഗണനയുടെ പടുകുഴിയിലാണ്. അവഗണന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏതാണ്ട് 16ഓളം ബോട്ടുകൾ സർവീസ് നടത്തിയിരുന്നു. ഒരു സെക്കൻഡ് പോലും ഒഴിവില്ലാതെയാണ് ആ ബോട്ടുകളെല്ലാം സർവീസ് നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് ആ ബോട്ടുകൾ ഓരോന്നോരോന്നായി ഇല്ലാതെയായി. ഇന്ന് വെറും 2 ബോട്ടായി. ഈ 2 ബോട്ട് തന്നെ ഏതെങ്കിലും ഒരു പ്രധാന ദിവസങ്ങളോ എന്തെങ്കിലും വരുമ്പോൾ അതിന് സർവീസ് നടത്താൻ ആളുണ്ടാവില്ല. അതൊരു അവഗണന. നമുക്കറിയാവുന്നതുപോലെ ഈ ആംഫി തിയേറ്റർ ഒട്ടേറെ പൊഴുനിലാവ് പോലുള്ള പരിപാടികളും ഒട്ടേറെ സാംസ്കാരിക പരിപാടി നടക്കുന്ന ഈ ആംഫി തിയേറ്ററിൻ്റെ ചുറ്റും ഒന്ന് നോക്കിയാൽ നിങ്ങൾക്കറിയാം, മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറായി കിടക്കുന്നു. ഈ ടൈൽ വിരിച്ച ഭാഗം കാഞ്ഞാണി ബസ് സ്റ്റാൻഡിന് സമീപം വൻ മാലിന്യ കൂമ്പാരം. മഴക്കാല രോഗങ്ങൾ വ്യാപകമാകുന്നതിനിടയിലാണ് പൊതുസ്ഥലത്ത് മാലിന്യം കുന്നുകൂടി കിടക്കുന്നത്. കാഞ്ഞാണി ബസ് സ്റ്റാൻഡിലെ സുലഭ് കംഫർട്ട് സ്റ്റേഷനും കുടുംബശ്രീ ജനകീയ ഹോട്ടലിനും പുറകുവശത്താണ് വൻതോതിൽ മാലിന്യം തള്ളിയിരിക്കുന്നത്. മാലിന്യ കൂമ്പാരത്തിനിടയിൽ കംഫർട്ട് സ്റ്റേഷനിലെ സെപ്റ്റിക് ടാങ്ക് ടാർപോളിൻ കൊണ്ട് മൂടിയിട്ട നിലയിലാണ്. സെപ്റ്റിക് ടാങ്ക് പൊട്ടി ജനകീയ ഹോട്ടലിന് പിറകിലേക്ക് ഒഴുകിയെത്തുന്ന സെപ്റ്റിക് മാലിന്യങ്ങൾ പുറമെ നിന്ന് കാണാതിരിക്കാൻ ബോർഡ് വെച്ച് മറച്ചിരിക്കുകയാണ്. ദുർഗന്ധം മൂലം മൂക്ക് പൊത്തേണ്ട അവസ്ഥയാണ്. നിരവധി വ്യാപാര സ്ഥാപനങ്ങളുള്ള ബസ് സ്റ്റാൻഡിൽ സാധനങ്ങൾ വാങ്ങുന്നതിനും ബസ് യാത്രക്കാരുമായി 100 കണക്കിന് പേരാണ് ദിനം പ്രതി എത്തുന്നത്. മഴക്കാലമായതോടെ സെപ്റ്റിക് ടാങ്ക് പൊട്ടിയൊഴുകിയെത്തുന്ന മാലിന്യങ്ങളും കുന്നുകൂടി കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മൂലം പകർച്ചവ്യാധികൾ പടരാൻ സാധ്യതയുണ്ടായിട്ടും പഞ്ചായത്ത് അധികൃതരോ കംഫർട്ട് സ്റ്റേഷൻ നടത്തിപ്പുകാരോ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് ആക്ഷേപമുണ്ട്. മണലൂർ പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം അധികൃതർ ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്ന് നാട്ടുകാരും യാത്രക്കാരും ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, അന്തിക്കാട്.
വൈലപ്പള്ളി സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിവേകോദയം സ്കൂളിൽ അധ്യാപകർക്കായി സംഘടിപ്പിച്ച 9ാം ക്ലാസ് പാഠപുസ്തക ശില്പശാല സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ എസ് കെ വസന്തൻ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ എം ഹരിദാസ്, ജി.ബി. കിരൺ, ജോൺ ജോഫി, പ്രൊഫസർ ബി.വി. വിജയകുമാർ, ഡോക്ടർ നിത്യ പി. വിശ്വം തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന ശില്പശാല ഞായറാഴ്ച സമാപിക്കും. RSP മധ്യമേഖലാ നേതൃയോഗം തൃശൂരിൽ നടന്നു. RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ നേതൃയോഗം ഉദ്ഘാടനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ BJP ജയിക്കാനിടയുണ്ടായ സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും തൃശൂരിലെ രാഷ്ട്രീയ മാറ്റം ആശങ്കയ്ക്കിടയാക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ കരുത്ത് തെളിയിച്ചുവെന്നും ഇന്ത്യ മുന്നണി മോദി സർക്കാരിനെതിരെ ശക്തമായ പോരാട്ടം തുടരുമെന്നും ഷിബു ബേബി ജോൺ കൂട്ടിച്ചേർത്തു. സംസ്ഥാന കമ്മിറ്റി അംഗം പാലൂട് സതീഷ്, കേന്ദ്ര കമ്മിറ്റി അംഗം PT പ്രസന്നകുമാർ, ജോർജ് സ്റ്റീഫൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വിശന്നിരിക്കുന്നവർ ഇല്ലാത്ത നഗരമെന്ന ലക്ഷ്യത്തോടെ ലയൺസ് ക്ലബ്ബുകൾ ചേർന്ന് ആവിഷ്കരിച്ച മന്ന ഹങ്കർ ഫ്രീ സിറ്റി പദ്ധതി 1 വർഷം പൂർത്തിയായി. ശക്തനഗറിൽ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ പന്തലിൽ ദിവസവും 500ഓളം പേരാണ് ഭക്ഷണം കഴിച്ചുവരുന്നത്. മന്ന പന്തലിൽ നടന്ന ചടങ്ങിൽ മേയർ MK വർഗീസ് വാർഷികാഘോഷം കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില മുഖ്യാതിഥിയായിരുന്നു. തെരുവിൽ ജീവിക്കുന്നവരടക്കം നഗരത്തിൽ ആരും വിശന്നിരിക്കരുത് എന്ന ആശയത്തിന്റെ ഭാഗമായാണ് മന്ന ഹങ്കർ ഫ്രീ സിറ്റി പദ്ധതി ലയൺസ് ക്ലബ്ബും കോർപ്പറേഷനും ചേർന്ന് നടപ്പിലാക്കിയത്. പുതിയ ഒരു ചുമതല നിർവഹിക്കപ്പെടാൻ മാധ്യമലോകം തയ്യാറാകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം നിൽക്കുന്നതെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. കേരള വർക്കിംഗ് ജേർണലിസ്റ്റ് യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച സർവീസിൽ നിന്ന് വിരമിക്കുന്ന സഹപ്രവർത്തകർക്കുള്ള സ്നേഹാദരവും മികച്ച വിജയം നേടിയ മാധ്യമപ്രവർത്തകരുടെ മക്കൾക്കുള്ള അനുമോദന ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഒറ്റപ്പെട്ട ശബ്ദങ്ങളെക്കാൾ കൂട്ടായ പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നുകൊണ്ട് നമ്മുടെ തന്നെ നിലനിൽപ്പിനു വേണ്ടി ഉറക്കെ ശബ്ദമുയർത്തിപ്പിടിക്കേണ്ട സാഹചര്യം നമ്മുടെ മുൻപിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. വാർത്തയ്ക്കു വേണ്ടി വാർത്തകൾ ഉണ്ടാക്കുന്നതിനേക്കാൾ വാർത്തകളുടെ യാഥാർത്ഥ്യം ജനങ്ങളുടെ മുൻപിലെത്തിക്കാൻ വേണ്ട വലിയ പരിശ്രമങ്ങളാണ് യഥാർത്ഥ മാധ്യമരംഗത്ത് നടക്കുന്നതെന്നും ശക്തമായി എഴുതുമ്പോഴും യാഥാർത്ഥ്യങ്ങളെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ മാധ്യമപ്രവർത്തകർക്ക് കഴിയട്ടെയെന്നും മന്ത്രി പറഞ്ഞു. പ്രസ് ക്ലബ് പ്രസിഡന്റ് O. രാധിക അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. TCV റിപ്പോർട്ടർ CP അഗസ്റ്റിന്റെ മകൾ ആദ്യ അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരുടെ മക്കൾ കളക്ടറിൽ നിന്ന് അനുമോദനം ഏറ്റുവാങ്ങി. സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രസ് ക്ലബ് സെക്രട്ടറി പോൾ മാത്യു, ഉണ്ണി K. വാര്യർ, B. ജ്യോതികുമാർ, സുമം മോഹൻദാസ്, CG സുനിൽകുമാർ എന്നിവർക്കുള്ള സ്നേഹാദരം മന്ത്രി അർപ്പിച്ചു. ES സുഭാഷ്, പോൾ മാത്യു, റാഫി ദേവസി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ അയ്യന്തോൾ ഔട്ട്പോസ്റ്റ് ജംഗ്ഷനിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കൌൺസിലറുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. 6 മാസത്തിൽ കൂടുതലായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായി പോകുന്നത്. ഇക്കാര്യം നിരവധി തവണ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇടപെടാതെ വാട്ടർ അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും പരസ്പരം പഴിചാരുകയാണ്. ഇതോടെയാണ് ഡിവിഷൻ കൌൺസിലർ സുനിത വിനുവിന്റെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷൻ ഡിവിഷൻ കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചത്. KPCC സെക്രട്ടറി A. പ്രസാദ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഭരണകൂടത്തിനും ജില്ലാ കോടതിക്കും തൊട്ടുമുന്നിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുമ്പോഴും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ ഈ സമീപനം ധിക്കാരപരമാണെന്ന് പ്രസാദ് പറഞ്ഞു. ഡിവിഷൻ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇസ്മയിൽ ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് K. സുരേഷ്, K. സുമേഷ്, ഹരിത് B. കല്ലുപാലം, ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ സോണി തോമസ് അമ്പൂക്കൻ, സഞ്ജയ് ഗോപിനാഥ് എന്നിവർ തയ്യാറാക്കിയ പുസ്തകം പ്രകാശനം ചെയ്തു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുവർ ഫ്രണ്ട്ലി ഗൈഡ് ടു ദി ഫ്യൂച്ചർ ഓഫ് ഇന്റലിജൻസ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം സംസ്ഥാന സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ PR ഷാലിജ് നിർവഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ രക്ഷാധികാരി RK രവി അധ്യക്ഷത വഹിച്ചു. രചയിതാക്കളായ സോണി തോമസ് അമ്പൂക്കൻ, സഞ്ജയ് ഗോപിനാഥ്, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് രാമകൃഷ്ണൻ, സെക്രട്ടറി NI വർഗീസ് എന്നിവർ പങ്കെടുത്തു. പരിമിതികൾ മറന്ന് അവർ പാടി. ഓരോ കുട്ടിയെയും സസൂക്ഷ്മം നിരീക്ഷിച്ച് പരിശീലനം നൽകിയാണ് ഭിന്നശേഷി കുട്ടികളുടെ ഗാനമേള അരങ്ങിലെത്തിച്ചത്. തൃശൂർ ചേതന സംഗീതനാട്യ അക്കാദമിയിലും ചേതന മ്യൂസിക് കോളേജിലും വർഷങ്ങളായി മസ്തിഷ്ക സംഗീത ചികിത്സ ചിട്ടയായി ലഭിച്ച കുട്ടികളാണ് ഗാനമേളയിൽ പാട്ടുകൾ അവതരിപ്പിച്ചത്.
സംഗീതത്തെ മസ്തിഷ്കത്തിന്റെ വളർച്ചയ്ക്കുള്ള ചികിത്സാ ഉപകരണമാക്കി ഉപയോഗിക്കുന്ന ആധുനിക സംഗീത ചികിത്സാ രീതിയാണ് മസ്തിഷ്ക സംഗീത ചികിത്സ. ചേതന മ്യൂസിക് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ഫാദർ പോൾ പൂവത്തിങ്കിലിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ മാതാപിതാക്കളുടെ സഹകരണത്തോടെയാണ് ഗാനമേള ഒരുക്കിയത്. ഭിന്നശേഷി ഗായകരായ കുട്ടികളുടെ ഗാനമേള തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിലാണ് നടന്നത്. MD പോളി നയിച്ച ഗാനമേളയിൽ പൂജ രമേശ്, CV അർജുൻ, TA കിരൺ, നിഹാൽ ദുബായ്, ശ്രേയസ് കിരൺ, അതുൽ കൃഷ്ണ, CR അർജുൻ, അരുൺ പ്രസാദ്, ലിസ് തോംസൺ, വിഷ്ണു പ്രസാദ്, KN ബിൻസീന, നിരഞ്ജൻ, വിഷ്ണു പരശുറാം, അഭിറാം എന്നിവർ ഗാനങ്ങൾ അവതരിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് TCV. തൃശൂർ വെസ്റ്റ് ഉപജില്ലയിലെ കഴിഞ്ഞ അധ്യയന വർഷം LLS USS പരീക്ഷയിൽ സ്കോളർഷിപ്പിന് അർഹത നേടിയ മുഴുവൻ കുട്ടികളെയും ആദരിച്ചു. കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ ഐശ്വര്യ ദോങ്രെ ആദരം ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PJ ബിജു അധ്യക്ഷത വഹിച്ചു. ഉപജില്ലയിലെ 92 സ്കൂളുകളിൽ നിന്നായി 192 കുട്ടികൾ സ്കോളർഷിപ്പിന് അർഹത നേടി. തൃശൂർ നമ്പൂതിരി വിദ്യാലയത്തിൽ നടന്ന ചടങ്ങിൽ കഥാകൃത്ത് CR ദാസ്, ഹെഡ്മാസ്റ്റർ ഫോറം കൺവീനർ ജോഷി D കൊള്ളന്നൂർ, സ്കൂൾ മാനേജർ CV ഹരി, PTA പ്രസിഡന്റ് അപർണ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. വഴിയോര കച്ചവട തൊഴിലാളി നിയമം സമഗ്രമായി നടപ്പിലാക്കുക, സർവേ പൂർത്തീകരിച്ച മുഴുവൻ തൊഴിലാളികൾക്കും ലൈസൻസ് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ നടന്ന ധർണ വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി RV ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതിലടക്കം ചില ഉദ്യോഗസ്ഥ താൽപര്യങ്ങളാണ് നടപ്പിലാക്കുന്നത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. സംഘടന ഉയർത്തിയ ആവശ്യങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ ശക്തമായ സമരപ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംഘടന തൃശൂർ ഏരിയ പ്രസിഡന്റ് ഷാജി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് EV ഉണ്ണികൃഷ്ണൻ, ഏരിയ സെക്രട്ടറി TV ശിവകുമാർ, ട്രഷറർ PS ശിവകുമാർ, കമ്മിറ്റി അംഗം MJ ജനിത തുടങ്ങിയവർ സംസാരിച്ചു. സ്വകാര്യ വഴിയിൽ ടൈൽ വിരിച്ച് സ്ഥലമുടമയെ ഞെട്ടിച്ച് തൊഴിലുറപ്പ് പദ്ധതി. എറണാകുളത്ത് താമസിക്കുന്ന റോസ്മി മാമ്പിള്ളിയാണ് മാസങ്ങൾക്ക് ശേഷം മാളയിലുള്ള സ്ഥലത്തെത്തിയപ്പോൾ പഴയ വഴിയിൽ കട്ട വിരിച്ച റോഡ് കണ്ട് ഞെട്ടിയത്. കട്ട വിരിച്ച റോഡിന്റെ ഒരു വശത്ത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കട്ട വിരിച്ചതായി ശിലാഫലകവും സ്ഥാപിച്ചിട്ടുണ്ട്. മാള കിഴക്കനങ്ങാടി മാമ്പള്ളി റോഡ് കട്ടവിരിക്കൽ പദ്ധതിക്ക് ഈ വഴിയിൽ എന്താണ് കാര്യമെന്ന് മനസ്സിലാകാതെ വന്നപ്പോൾ പഞ്ചായത്തിൽ പരാതി നൽകി അന്വേഷിച്ചപ്പോഴാണ് റോഡ് മാറി കട്ടവിരിക്കൽ നടത്തിയതാണെന്ന് മനസ്സിലായത്. 4,93,412 രൂപ ചെലവഴിച്ചാണ് 100 മീറ്റർ വഴി ടൈൽ വിരിച്ചിട്ടുള്ളത്. നടപ്പവകാശം നൽകിയിട്ടുള്ള വഴിയിൽ അതിന്റെ ഉടമസ്ഥർ അറിയാതെയാണ് ടൈൽ വിരിച്ചിട്ടുള്ളതെന്ന് റോസ്മി നൽകിയ പരാതിയിൽ പറയുന്നു. മറ്റ് അവകാശികളുള്ള സ്ഥലത്തിൽ നിന്ന് സൗജന്യമായി പള്ളിയിലേക്ക് നൽകിയ 9 സെന്റ് ഭാഗത്ത് 3 പേർക്ക് വീട് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. മാള ഫൊറോന പള്ളി ഒരുക്കിയ വീടുകളിലേക്ക് നടപ്പവകാശമായി വഴി നൽകിയിട്ടുണ്ടെന്ന് അവകാശികളിൽ ഒരാളായ റോസ്മി പറഞ്ഞു. പഞ്ചായത്ത് ആസ്തിയിലില്ലാത്ത സ്വകാര്യ വഴിയാണ് ടൈൽ വിരിച്ചിട്ടുള്ളത്. TCV ന്യൂസ്, മാള. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും സജീവമാകുന്നു. കേരള തീരത്ത് ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നതിനാൽ അടുത്ത 5 ദിവസം മഴ തുടരും. വടക്കൻ കേരളത്തിൽ മഴ കനക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര മേഖലയിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. തൃപ്രയാർ വൈമാളിന് സമീപത്തുള്ള നാസ് കോംപ്ലക്സിനുള്ളിലെ കടയിൽ തീപിടുത്തം. ത്രെഡ് ലാൻഡ് ടൈലറിംഗ് മെറ്റീരിയൽസ് എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. കടയിലുണ്ടായിരുന്ന ടൈലറിംഗ് സാമഗ്രികൾ ഭാഗികമായി കത്തിനശിച്ചു. നാട്ടിക, ഫയർഫോഴ്സ്, വലപ്പാട് പോലീസ് എന്നിവർ ചേർന്ന് തീയണച്ചു. ഇന്നത്തെ സ്വർണ്ണ-വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6,765 രൂപ, പവന് 54,120 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,678 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ.
സുരേഷ് ഗോപിയെ പ്രശംസിച്ചതിൽ രാഷ്ട്രീയം കലർത്തേണ്ടെന്ന് തൃശൂർ മേയർ എം കെ വർഗീസ്. താൻ ബിജെപിയിലേക്ക് പോകുമെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്നും മേയർ. തൃശൂർ ഡിഐജി ഓഫീസിലേക്ക് ബിജെപി നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനീഷ് കുമാറിനെതിരെ പോലീസ് കള്ളക്കേസെടുത്തത് ആരോപിച്ചായിരുന്നു മാർച്ച്. പോസ്റ്റ് ഓഫീസുകൾ വഴിയുള്ള പെൻഷൻ വിതരണം പ്രതിസന്ധിയിൽ. പെൻഷൻ വിതരണം തടസ്സപ്പെടാൻ കാരണം സാങ്കേതിക തടസ്സങ്ങളെന്ന് അധികൃതർ. പാലപ്പള്ളി കാരിക്കുളത്ത് കാട്ടാനയെ ആക്രമണം. സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമുറ്റത്തിറങ്ങിയ ആന ശുചിമുറിയും സെപ്റ്റിക് ടാങ്കും കൃഷിയും നശിപ്പിച്ചു. റോഡ് നിർമ്മാണത്തിന് കൊണ്ടുവന്ന വാഹനം കേടായതിനെ തുടർന്ന് ഷോളയാർ അമ്പലപ്പാറയിൽ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളടക്കം മണിക്കൂറുകളോളം വഴിയിൽ കുടുങ്ങി. ഷൊർണൂർ കൊടുങ്ങല്ലൂർ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കൊടുങ്ങല്ലൂർ മുതൽ തൃശൂർ വരെയുള്ള KSTP റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കുക 5 ഘട്ടങ്ങളിലായി. തളിക്കുളം തമ്പാൻകടവ് അറപ്പയ്ക്ക് സമീപം കൂട്ടുകാരുമൊത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ യുവാവിനെ കാണാതായി. നീലഗിരി കുനൂർ സ്വദേശി അമനയാണ് കാണാതായത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.